അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ആദരണീയരായ വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. ആ പരമമായ ഭാഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് നിർബന്ധമായും മരണം നാളെ കൺമുൻപിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സ് പതറിപ്പോകാതെ, നാവടറിപ്പോകാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു പോകുവാനുള്ള ഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രൗഢഗംഭീരമായൊരു പ്രഭാഷണവും അതിനുശേഷം സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് നമ്മളെല്ലാവരും. കഴിഞ്ഞ പ്രഭാഷണത്തില് കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടതിന്റെ അനിവാര്യതയെ സംബന്ധിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഉത്ബോധിപ്പിക്കപ്പെട്ടത്. അവിടെ നിന്നാണ് കൗമാരവും യുവത്വവും ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളായ എന്റെയും നിങ്ങളുടെയും മക്കളും പേരമക്കളുമൊക്കെയാണ് ഇന്നത്തെ കൗമാരവും യുവത്വവും എന്ന് പറയുന്നത്. പുതിയ കാല സമൂഹത്തില് മനുഷ്യരുടെ ജീവിതത്തിലും സംസ്കാരത്തിലും വിശ്വാസത്തിലുമെല്ലാം വമ്പിച്ച മാറ്റങ്ങള് പ്രകടമാണ് എന്നുള്ളത് വസ്തുതയാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ട് വേണം കൗമാരത്തെ സംബന്ധിച്ചും യുവത്വത്തെ കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട്. നമുക്കറിയാം, ഇന്റർനെറ്റ് ലോകത്ത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തോടു കൂടിയിട്ട് കുടുംബത്തിൽ നിന്നുള്ളതിനേക്കാളും വലിയ സ്വാധീനം പുറത്തു നിന്നാണ് വളരുന്ന തലമുറക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മള് വളരെയധികം ജാഗ്രത പാലിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം നമുക്ക് നഷ്ടമായി തീരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ടൊരു അറിഞ്ഞ ഇടപെടല്, ആസൂത്രിതമായ ഒരു ഇടപെടല് കുടുംബ അന്തരീക്ഷത്തില് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതായിട്ട് വരും. മുൻ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മുജാഹിദുകളാണ് എന്നതിന്റെ പേരിലോ, നമ്മൾ വളരെ നല്ല നിലയിൽ ജീവിച്ചവരാണ് എന്നതിന്റെ പേരിലോ നമ്മുടെ കുടുംബം നാളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുകയില്ല. അവര് തന്നെ ആ പാതയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കൂ, എത്ര രക്ഷിതാക്കൾക്കാണ് സ്വന്തം സംസ്കാരത്തിലൂടെ മക്കളെ കൈപ്പിടിച്ച് നയിക്കുവാനായിട്ട് സാധിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നോട് സങ്കടം അറിയിച്ചത്, +2 വരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ച ഒരു മകൻ, പഠന നിലവാരത്തിലും എല്ലാം വളരെ ഉഷാറായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മകൻ ഇപ്പോ ഒരു പ്രത്യേക സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. വീട്ടിൽ വന്നാൽ അവൻ വാതിലടച്ച് അകത്തിരിക്കുകയാണ്. ഉമ്മയുടെ സംസാരങ്ങൾക്ക് ചെവി കൊടുക്കാനോ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളോട് സംസാരിക്കാനോ ഒന്നും താല്പര്യപ്പെടാത്ത ഒരു പുതിയ മനോഭാവം അവനിൽ പാകപ്പെട്ടിരിക്കുന്നു. ഭയപ്പാടുകളാണ് ഇത് നമ്മൾക്ക് കേൾക്കുമ്പോഴും കാണുമ്പോഴും. കാരണം അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്കൂളിന്റെ ചുറ്റുപാടുകളില്, ക്യാമ്പസിന്റെ ചുറ്റുപാടുകളില് ലഹരി മാഫിയക്കാര് റോന്തു ചുറ്റുന്നുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്നവരാണ് നമ്മൾ. ഏത് നിമിഷത്തിലാണ് മക്കൾ അതിലകപ്പെട്ടു പോകുക എന്നറിയുകയില്ല. ഈ സ്വഭാവ മാറ്റം അതിൻ്റെതാണോ എന്ന് ഭയപ്പെടുന്നത് സ്വാഭാവികമാണ്. അത്തരം ഒരു ഘട്ടത്തില് ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങള്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മക്കള് ഇത്തരം ലഹരിക്കടിമപ്പെട്ടതും അതിന്റെ വിൽപ്പനക്കാരായതും
പോലീസ് പൊക്കിക്കൊണ്ടു പോയതുമൊക്കെ നിരന്തരം ചുറ്റുപാടുകളിൽ നിന്നും വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോ ഭയപ്പാടോടെ ഞാനും നിങ്ങളും അതിനെ നോക്കിക്കാണുമ്പോ അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളെ പേടിയോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് വസ്തുതയാണ്. അവിടെയാണ് അത് നമ്മുടെ മക്കളാണ്, അത് നാളെ പരലോകത്ത് നഷ്ടപ്പെടരുതേ എന്ന ആത്യന്തികമായ ഒരു ആഗ്രഹം ഹൃദയാന്തരങ്ങളിൽ പാകപ്പെടേണ്ടത്. പ്രാർത്ഥനയോടൊപ്പം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മളില് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇബാദുർ റഹ്മാന്റെ അടയാളമായിട്ട് അള്ളാഹു പറയുന്നുണ്ടല്ലോ, വയഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്റെ മക്കളെ, എന്റെ ഇണകളെ നീ എനിക്ക് കൺകുളിർമയാക്കണമേ, അവരെ നീ മുത്തഖീങ്ങൾക്ക്, തഖ്വയുള്ളവർക്ക്, മാതൃകാ ജീവിതം നയിക്കുന്നവർക്ക് അവരെ നീ മാതൃകയാക്കണമേ എന്ന പ്രാർത്ഥന മാത്രം പോരാ, അത് ഹൃദയത്തിലെ രൂഢമൂലമായ ഒരു ആഗ്രഹവുമാകണം. എങ്കിലേ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുള്ളൂ. അല്ലാതെ കൈവിട്ട് പോയ ശേഷം പിന്നെ കൈവിരൽ കടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്കറിയാം, നമ്മുടെ ആദർശത്തിലല്ല നമ്മുടെ മക്കൾ എങ്കില്, നമ്മുടെ വിശ്വാസത്തിലല്ല നമ്മുടെ മക്കൾ എങ്കില് അവരെ മക്കളെന്ന് പോലും വിളിക്കാൻ നമുക്ക് അവകാശമില്ല. അവരെ മക്കളെന്ന് പോലും വിളിക്കാൻ നമുക്ക് അവകാശമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, താൻ പറയുന്നതൊന്നും കേൾക്കാതെ നടക്കുന്ന മകൻ, തന്റെ പിറകെ വരാൻ മടി കാണിക്കുന്ന മകൻ, അവസാനം മകനെ പ്രളയം വരികയാണ്, നീ അതിൽ മുങ്ങി മരിച്ചു പോകുമെന്ന് പറയുമ്പോ ഞാൻ ഏതെങ്കിലും മലമുകളിൽ പോയിട്ടെങ്കിലും രക്ഷ പ്രാപിച്ചുകൊള്ളാം, പക്ഷെ വാപ്പാന്റെ വാക്ക് കേൾക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് പറയുന്ന ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകന്റെ പ്രതിനിധികൾ ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോ, വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോ, നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോ, നന്മ നിറഞ്ഞ ജീവിതത്തെ കുറിച്ച് പറയുമ്പോ പുച്ഛത്തോടെയാണ് അവർ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന രൂപത്തിലാണ് അവർ നമ്മളോട് പ്രതികരിക്കുന്നത്. നിങ്ങൾക്ക് എന്തറിയാമെന്ന മനോഭാവത്തോടെയാണ് ആൺമക്കളും പെൺമക്കളും നമ്മളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നൂഹ് നബി അലൈഹിസ്സലാം അവസാനം തന്റെ മകനെ തനിക്ക് ലഭിക്കപ്പെടുകയില്ല എന്ന് ബോധ്യപ്പെടുന്ന നിമിഷത്തില് അള്ളാഹുവിന്റെ മുൻപിൽ പറയുന്നുണ്ട്, റബ്ബേ, അതെന്റെ മകനല്ലേ, എന്റെ കുടുംബത്തെ രക്ഷിക്കുമെന്നുള്ളത് നിന്റെ വാഗ്ദാനമല്ലേ, അവനെ നീ ഒന്ന് രക്ഷിക്കണേ എന്ന് പറയുമ്പോ അള്ളാഹു പറയുന്നുണ്ട്, ഖാല യാ നൂഹ്, അള്ളാഹു പറഞ്ഞു, യാ നൂഹേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബത്തിൽ പെട്ടതല്ല. നിന്റെ ബീജത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിലോ, നിന്റെ ഗർഭപാത്രത്തിലെ പറവിയെടുത്തു എന്നതിന്റെ പേരിലോ നിന്റെ മകനെന്ന് വിളിക്കുവാൻ അവകാശമില്ല. കാരണം എന്റെ മകനെന്ന് വിളിക്കണമെങ്കിൽ, എന്റെ മകളെന്ന് വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്റെ ആദർശത്തിൽ ഉണ്ടായിരിക്കണം, എന്റെ കൂടെ ഉണ്ടായിരിക്കണം, വിശ്വാസത്തിലും ആദർശത്തിലും. ഇത് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം. അവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ വിലയിരുത്തേണ്ടത്. നോക്കൂ നിങ്ങള്, പുതിയ കാലത്തെ യുവത്വവും കൗമാരവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോ നമ്മൾ കണ്ടതല്ലേ, കുറച്ച് ഈ വർഷത്ത് എത്രമാത്രം മാതാപിതാക്കൾക്ക് നേരെ വാളോങ്ങിയ മക്കളുടെ സംഭവങ്ങളാണ് നമ്മൾ നേരിട്ട് കണ്ടതും കേട്ടതും. സ്വന്തം സന്തോഷങ്ങളെ, സ്വന്തം ആസ്വാദനങ്ങളെ അതിനു വേണ്ടിയിട്ട് ആര് തടസ്സം നിൽക്കുന്നുവോ, സ്വന്തം സന്തോഷങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും തടസ്സം നിൽക്കുന്നത് ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും ആരാണെങ്കിലും അവരെ ഇല്ലായ്മ ചെയ്തിട്ടാണെങ്കിൽ പോലും എനിക്കിവിടെ സന്തോഷിച്ചും ആസ്വദിച്ചും ജീവിക്കണം. അതാണ് പുതിയ കാല കാഴ്ചപ്പാട്. അതിനെതിരെ നിൽക്കുന്നവരെ എല്ലാം പുറംകാലം കൊണ്ട് തൊടിച്ച് ദൂരേക്ക് എറിഞ്ഞു കളയണം. ക്യാൻസർ രോഗിയായ മാതാവിനെ തലക്കടിച്ചു കൊന്ന യുവാവിനോട് താമരശ്ശേരി ആ ഒരു സംഭവം നടന്ന അവിടെ യുവാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്തിനാണ് മോനെ നീ ഉമ്മയെ കൊന്നു കളഞ്ഞത്? ക്യാൻസർ രോഗിയായി കുഞ്ഞുനാളില് നിന്നെ ഉപേക്ഷിച്ചു പോയ പിതാവ് ഉപേക്ഷിച്ചു പോയിട്ടും നിനക്ക് സംരക്ഷണം തന്ന് നിന്നെ വളർത്തിയ, നിന്നെ നെഞ്ചോളം സ്നേഹിച്ച നിന്റെ മാതാവിനെ എന്തിനു വേണ്ടിയാ നീ കൊന്നതെന്ന് ചോദിക്കുമ്പോ അവൻ യാതൊരു കുറ്റബോധവുമില്ലാതെ പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്താണെന്നറിയോ? എനിക്ക് ജന്മം നൽകിയതിന്റെ ശിക്ഷയാണ്. നമ്മളൊക്കെ കേട്ടതാ. പോലീസ് ജീപ്പിലേക്ക് അങ്ങോട്ട് കേറുമ്പോ യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഒരു പ്രത്യേക പുച്ഛച്ചിരിയോടെ കയ്യിൽ വിലം കണിഞ്ഞ് അവനങ്ങോട്ട് കേറുമ്പോ മാധ്യമ പ്രവർത്തകർ ചോദ്യത്തിന് പറയാ, എനിക്ക് ജന്മം നൽകിയതിന്റെ ശിക്ഷയാണ് ഞാൻ. എന്താ പറഞ്ഞെന്നറിയോ? പുതിയ കുട്ടികൾ പറയാ, അവർ ചോദിക്കുന്നത് നമുക്ക് നൽകാൻ കഴിയാതാകുമ്പോ, അവർ ചോദിക്കുന്ന പണം കൊടുക്കാതിരിക്കുമ്പോ,
അവരാഗ്രഹിക്കുന്ന വസ്തുക്കൾ വാങ്ങിക്കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോ, ഭക്ഷണമേശയിൽ നമ്മൾ വിളമ്പി വെച്ച ഭക്ഷണത്തിന് മുന്നിൽ പുച്ഛത്തോടെ ഇരിക്കുമ്പോ, ഈ ഭക്ഷണം എനിക്ക് വേണ്ടെന്ന് പറയുമ്പോ, എന്നും എവിടെന്നാ കുഞ്ഞെ നീ പറയുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കിത്തരാൻ? അതിനൊന്നും നമുക്ക് കഴിയില്ല മോനെ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി നിനക്കറിയില്ലേ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോ മക്കൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിനൊന്നും പറ്റൂലെങ്കിൽ ആരാ നിങ്ങളോട് പ്രസവിക്കാൻ പറഞ്ഞത്? ഇതാണ് പുതിയ കാലം. ആഗ്രഹിക്കുന്നത് അവർക്ക് നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പ്രസവിക്കാൻ നിന്നതെന്ന് ചോദിക്കുന്ന, വീറോടെ ചോദിക്കുന്ന നമ്മുടെ മക്കളുടെ പ്രതിനിധിയാണ് ആ താമരശ്ശേരിയിലെ ഉമ്മയെ കൊന്നിട്ട് ജന്മം നൽകിയതിന്റെ പ്രതികാരമാണ് എന്ന് ഉറക്കെ പറയാൻ തന്റെ ഇടം കാണിച്ചത്. നോക്കൂ നിങ്ങൾ, ഈ കാലത്താണ് നമ്മൾ മക്കളെ വളർത്തുന്നത്. ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ ഭയപ്പാടുകൾ വർദ്ധിക്കുക എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഞാറമൂട്ടിലും അവസാനം ഇപ്പൊ കൊച്ചിയിൽ പോലും സ്വന്തം മാതാവിന് നേരെ വാളൊങ്ങിയ മക്കള്. എന്നിട്ട് നമ്മൾ പറയാ പുതിയ കാലത്ത് കുട്ടികൾ വല്ലാത്തൊരു കുട്ടികളാണ് കേട്ടോ. എന്തൊക്കെയാണ് അവരുടെ സ്വഭാവങ്ങള്, നമുക്കൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. നമ്മൾ ആകെ ഭയപ്പാടിലാണ്. പക്ഷേ നല്ല ജാഗ്രത ആവശ്യമാണ്. അവരെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും അവര് നന്നാകുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു വെക്കരുത് എന്നാണ് ആദ്യമായിട്ട് എന്നെയും നിങ്ങളെയും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അവര് നന്നാകുകയില്ല, അവരെയൊന്നും നന്നാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അവരെ ഒഴിവാക്കി വിടരുത്. അങ്ങനെ വിചാരിച്ചു പോകരുത്. കാരണം ഏതൊരു മനുഷ്യനും അവന്റെ ഉള്ളില് നന്മ തിന്മകളുടെ ചിന്തകളുണ്ട്. ആ നന്മയുടെ ചിന്തകളെ പരിപോഷിപ്പിക്കാൻ എക്കാലത്തും നമ്മളെ കൊണ്ട് സാധ്യമാകും. തിന്മകളുടെ ചിന്തകളെ ഇല്ലായ്മ ചെയ്യാനും നമ്മൾ അറിഞ്ഞ് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും അത് സാധ്യമാകുകയുള്ളൂ. ആ ഒരു ബോധ്യം നമുക്ക് വേണം. വീടകത്ത് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ വേണം. നേരത്തെ ഇവിടുത്തെ പ്രഭാഷണം അവസാനിക്കുമ്പോൾ വീടിന്റെ അകത്തളങ്ങളില് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുവല്ലോ. നമ്മളത് കേട്ടതാണ്. അപ്രകാരം നമ്മുടെ വീടുകളെ നമ്മൾ ഒരുക്കണം. മാത്രമല്ല അവരുടെ സ്വഭാവത്തില്, അവരുടെ പെരുമാറ്റങ്ങളില്, അവരുടെ താല്പര്യങ്ങളില്, അവരുടെ ഇഷ്ടങ്ങളില് എല്ലാം ഇടപെടാൻ നമ്മളെ കൊണ്ട് സാധ്യമാകണം. പുതിയ സമൂഹത്തോട് സംവദിക്കേണ്ടത് എങ്ങനെ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഓരോരുത്തരും കൗൺസിലർമാരായിട്ട് മാറണം. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ച് നല്ല ബോധം നമുക്ക് ഓരോരുത്തർക്കും വേണം. വാവിട്ട് കരഞ്ഞത് കൊണ്ടോ കലഹിച്ചത് കൊണ്ടോ തീരുകയില്ല പ്രശ്നം. നിസ്സഹായതയാണ് നമുക്ക് പലപ്പോഴും. എന്റെ കുട്ടി അങ്ങനെ ചെയ്യുന്നു, പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല. എന്റെ കുട്ടി ഇങ്ങനെ വഴിതെറ്റി പോകുന്നു, ഞാൻ പറഞ്ഞാൽ അവൻ ഒരു ലവലേശം പോലും അവനാകട്ടെ അവളാകട്ടെ അനുസരിക്കുകയുമില്ല എന്ന ഒരു ചിന്ത നമുക്കുണ്ട്. പക്ഷേ അവിടെ എങ്ങനെയാണ് അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു തിരിച്ചറിവ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടായിരിക്കണം. അതുണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ നിർബന്ധമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ദിക്റുള്ള ഉണ്ടായിരിക്കണം. പടച്ചവനെ കുറിച്ച് നല്ല ഓർമ്മയുള്ള മനുഷ്യരായിരിക്കണം. നമ്മൾ ജീവിതത്തെ കുറിച്ച് കാഴ്ചപ്പാടുള്ള മനുഷ്യരായിരിക്കണം. നമ്മൾ ദുനിയാവിന് അമിത പ്രാധാന്യം നൽകാതെ പരലോകത്തിന് പ്രാധാന്യം നൽകുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ മക്കളുടെ മനസ്സിൽ, നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളില് നിലവാരം ഉണ്ടാകുള്ളൂ. അതിന് അവര് ചെവിയോർക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവര് അതൊഴിവാക്കി കളയും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത്, അവളുടെ ഉമ്മ പറഞ്ഞു, ഈ പറയുന്ന രൂപത്തില് അവളൊരു പ്രണയത്തിൽ പെട്ടിട്ടുണ്ട്. ഇപ്പൊ അതാണ് ഭയപ്പാടുകള്. വേറൊരു ഉമ്മ പറയാണ് എപ്പോഴും ഒരു പെൺകുട്ടി അവളുടെ റൂമിൽ വന്നിട്ടിരിക്കുന്നുണ്ട്. അവര് ഭയങ്കര സൗഹൃദമാണ്. എനിക്കിപ്പോ അതുപോലും പേടിയാണ്. അവിടെയാണ് കാര്യങ്ങളുടെ അവസാനം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും അതാണ്. ഒരു പെൺകുട്ടിക്കും അങ്ങനെ ആകാമെങ്കിൽ അവരെ നമ്മൾ അംഗീകരിക്കണം, അവരെ നമ്മൾ സ്വീകരിക്കണം, അവരെ നമ്മുടെ വീട്ടിൽ കയറ്റണം എന്നൊക്കെയാണ് സമൂഹത്തിലെ പ്രമുഖരെന്ന് പറയുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മക്കളുടെ മനസ്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്നുള്ള ചോദ്യം നിരന്തരം അവരുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവസാനം അവരും അങ്ങനെ ആയിത്തീരും എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. പറഞ്ഞു വന്നത്, ഒരു പെൺകുട്ടി പ്രണയത്തിൽ പെട്ടിട്ടുണ്ട്.
ആ ഉമ്മാക്ക് വല്ലാത്ത ഭയമുണ്ട് അവളെ സംബന്ധിച്ച്. വാപ്പയോട് പറയാൻ പറ്റില്ല, അത് വേറൊരു വിഷയമാണ്. ഉമ്മയും ബാപ്പയും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മയുണ്ട്. മക്കളെ സംബന്ധിച്ച് പരാതി പറയുമ്പോ വാപ്പ ഉമ്മയെ കുറ്റപ്പെടുത്തുന്നു, ഉമ്മ വാപ്പയെ കുറ്റപ്പെടുത്തുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുന്നു. അതിനു പകരം കുടുംബം എന്ന സംവിധാനത്തിന്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന് നമ്മൾ ഒന്നിച്ചൊരു പരിഹാരം കാണണം എന്ന ഒരു നിലപാടാണ് മാതാപിതാക്കളുടെ അടുത്തുണ്ടാകേണ്ടത്. സാന്ത്വനമാണ് ആദ്യം വേണ്ടത്. ഭർത്താവിന് ഭാര്യയിൽ നിന്നും, ഭാര്യയിൽ നിന്ന് ഭർത്താവിൽ നിന്നും സാന്ത്വനമാണ് വേണ്ടത്, കുറ്റപ്പെടുത്തലുകളല്ല. സാരമില്ല, നമ്മുടെ കുട്ടിയല്ലേ, നമുക്ക് അവളെ പറഞ്ഞു നന്നാക്കാം, നമുക്ക് അവനെ പറഞ്ഞു നന്നാക്കാം, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം, നീ ഭയപ്പെടരുതെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഒരു ഇണ, ഒരു പെണ്ണിന്റെ കൂടെ ഉണ്ടെങ്കിലേ ആ പെണ്ണിന് മനസ്സമാധാനത്തോടെ കുടുംബത്തിൽ ഇടപെടാൻ പറ്റുള്ളൂ. പല വീട്ടിലും അതില്ല. പല വീട്ടിലും മക്കളിലെ എന്തെങ്കിലും പോരായ്മകൾ കണ്ടു കഴിഞ്ഞാല് പിതാക്കന്മാര് പ്രത്യേകിച്ചും മാതാക്കളെ കുറ്റപ്പെടുത്തും. നീ തന്നെയാണ് വളം വെച്ച് നൽകിയതെന്ന് പറയും. ഈ കുറ്റപ്പെടുത്തലുകള് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഒത്തൊരുമയോടെ, സ്നേഹത്തോടെ, നമ്മുടെ മക്കളാണെന്ന ബോധ്യത്തോടെ അതിൽ നിന്നും അവരെ എങ്ങനെ പിന്തിരിപ്പിക്കണമെന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ഒരുമിച്ച് കൈപിടിച്ച് നടക്കാൻ മാതാപിതാക്കൾക്കായെങ്കിൽ മാത്രമേ മക്കളെ നേർവഴിയിലേക്ക് നയിക്കാൻ എനിക്കും നിങ്ങൾക്കൊക്കെ സാധിക്കുള്ളൂ. ഈ ഉമ്മ പറഞ്ഞത് അവളുടെ വാപ്പാനോട് പറയാൻ പറ്റൂല, വാപ്പ നാട്ടിലില്ല, അതുകൊണ്ട് തന്നെ അത് പറയാനും കഴിയില്ല. പക്ഷേ മകള്, അവൾ ഇത്തരം ഒരു കെണിയിൽ അകപ്പെട്ടിട്ടുണ്ട്, ഒരു ആൺകുട്ടിയുമായിട്ട് അവൾ പ്രണയത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളോടൊന്ന് സംസാരിക്കോ? ഞാൻ വേണ്ട വിധമൊക്കെ പറഞ്ഞിട്ടുണ്ട്, കണ്ണീരൊഴുക്കി പറഞ്ഞിട്ടുണ്ട്, ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, പല വിധത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവള് പിന്മാറാൻ തയ്യാറാകുന്നില്ല എന്ന് ഉമ്മ പറയുകയാണ്. ആ മകളോട് സംസാരിക്കുമ്പോ മകള് പറയുന്നത് എന്താണെന്നറിയോ? മകള് പറയുന്നത്, ഉമ്മയുടെ സംസാരം കേൾക്കുമ്പോഴേ എനിക്ക് വല്ലാത്ത ഒരു അലസ്വരമാണ്. കാരണം ഉമ്മ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സംസാരിക്കുള്ളൂ. ഒരുപക്ഷെ ഉമ്മ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ തുടക്കത്തിലേ ഞാൻ ഇത് ഒഴിവാക്കാൻ തയ്യാറാകുമായിരുന്നു എന്നാണ്. ഉമ്മയുടെ കുറ്റപ്പെടുത്തലുകൾ സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഉമ്മ കുറ്റപ്പെടുത്തി, ആ ഒരു കുറ്റപ്പെടുത്തലുകൾ കേട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോ പ്രത്യേകിച്ചും അവനോട് അടുക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് എന്റെ മനസ്സിലുള്ളത്. അതാണ് ആ മകള് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിതിവിടെ പറഞ്ഞത് അറിഞ്ഞ ഒരു ഇടപെടൽ വേണം. നമ്മൾ ഓരോരുത്തരും കൗൺസിലർമാരായിരിക്കണം. എങ്ങനെയാണ് ഇതിനെയൊക്കെ കണ്ടറിയേണ്ടത് എന്നും എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കേണ്ടത് എന്നതിനെ കുറിച്ചും നമുക്കൊരു അവബോധം വേണം. ഇല്ലെങ്കിൽ അവർ കൈവിട്ടു പോകുക തന്നെ ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടാത്തൊരു മനസ്സുമില്ലെന്ന ബോധ്യം നമുക്ക് വേണം. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. മനുഷ്യ മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് തിന്മയിലേക്ക് ചായ്വുള്ളത് തന്നെയാ. മനുഷ്യൻ അപ്രകാരം സൃഷ്ടിക്കപ്പെട്ടതാ. അതുകൊണ്ട് ഒരു കുട്ടി തെറ്റ് ചെയ്യുമ്പോ, ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോ ആ വ്യക്തിയെ അടിച്ചാക്ഷേപിക്കുകയല്ല വേണ്ടത്. ആ മനുഷ്യൻ പൂർണ്ണമായും ഒരു തെറ്റുകാരനാണ് എന്നോ ഒരു മോശപ്പെട്ട മനുഷ്യനാണ് എന്നോ വിലയിരുത്തുകയല്ല വേണ്ടത്. മറിച്ച് ഇത് മനുഷ്യ സഹജമായ ചില പോരായ്മകളാണ്, അത് മനുഷ്യനിൽ തീർച്ചയായും ഉണ്ടാകുമെന്ന ബോധ്യത്തോടെ നമ്മൾ അവരിലേക്ക് ചെല്ലുകയാണ് വേണ്ടത്. ഇപ്രകാരം തെറ്റുകളിലേക്ക് നയിക്കപ്പെടുന്ന ഒരു മാനസികാവസ്ഥ ഉള്ളിലുണ്ട് എങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യന്റെ മനസ്സില് കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയുമുണ്ട്. അഥവാ തെറ്റ് ചെയ്തു പോയാൽ കുറ്റബോധം തോന്നുന്ന ഒരവസ്ഥയുമുണ്ട് എന്ന് അള്ളാഹു വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. അള്ളാഹു അന്ത്യനാളിനെയും അതേപോലെ തന്നെ കുറ്റപ്പെടുത്തുന്ന ആക്ഷേപകാരിയായ മനസ്സിനെയും സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യരെന്താ വിചാരിച്ചത്, അവരുടെ എല്ലുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ല എന്നോ? എന്തുകൊണ്ടാണ് മനുഷ്യന് കുറ്റബോധം ഉണ്ടാകുന്നത്? നാളെ ഒരു പരലോകമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവന്റെ ഉൾത്തടങ്ങളില് തെറ്റ് ചെയ്തു പോകുമ്പോ കുറ്റബോധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിനെ മറച്ചു കളയുന്ന ഏതെങ്കിലും ഒരവസ്ഥയിലേക്ക് മനുഷ്യരെത്തിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരറിയണേ, അല്ലാഹു അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിവില്ലാത്തവനാണ് എന്നാണോ അവൻ വിചാരിച്ചത്? എന്നാൽ അറിയണേ, അവന്റെ കൈവിരലുകളെ പോലും
ഈ കൈവിരലുകളുടെ ഈ ഒരറ്റത്തെ പോലും വ്യത്യസ്തമായി പാകപ്പെടുത്താൻ കഴിവുള്ളവനായ റബ്ബിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, അപ്രകാരം കഴിവുള്ള റബ്ബ്. ആ റബ്ബിനെ കുറിച്ച് ഉള്ളിൽ ബോധമുള്ളവന്റെ മനസ്സിലെപ്പോഴും കുറ്റബോധവും ഉണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. തെറ്റിലേക്ക് ചായ്വുണ്ടാകും മനുഷ്യന്, അതുകൊണ്ട് അവനൊരു ചീത്ത മനുഷ്യനാണെന്ന് വിലയിരുത്തി കളയരുത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കുറ്റബോധവും ഉണ്ടാകും. ഇത് രണ്ടും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടലുകളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും ഓരോ കുട്ടിയോടും പറഞ്ഞു കൊടുക്കണം. തെറ്റ് ചെയ്തു വരുന്ന, തെറ്റിനകപ്പെട്ടു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന മക്കളോട് അവരെ നമ്മൾ ആക്ഷേപിച്ച് പുറന്തള്ളിക്കളയാതെ നെഞ്ചോരം ചേർത്ത് പിടിക്കാൻ നമ്മൾക്ക് ശ്രമിക്കണം. നീ എനിക്ക് നഷ്ടമാകരുത് കുഞ്ഞെ എന്ന് ആത്മാർത്ഥമായി പറയാൻ സാധിക്കണം. പരലോകത്ത് നീ ഇല്ലാതായി പോകുന്ന അവസ്ഥ നാളെ ഉണ്ടാകുന്നത് ഉമ്മാക്ക് സഹിക്കാനാവാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ അത് ആത്മാർത്ഥമാണെങ്കിൽ നമ്മുടെ കൺതടങ്ങൾ നിറയും, നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീരുറ്റു വീഴും, മക്കളുടെ മനസ്സിൽ തട്ടുമത്. പേടിക്കണ്ട കേട്ടോ, കുഴപ്പമില്ല, സാരല്ല. എല്ലാവരോടും ഇരുന്നോളൂ, എല്ലാവരും ഇരുന്നോളൂ. ഒന്നും പറ്റിയിട്ടില്ല, എല്ലാവരോടും ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല, എല്ലാവരും ഇരിക്കും. പ്രശ്നമൊന്നുമില്ല. അത് വളരെ അറ്റത്തേക്ക് ഇട്ടുപോയതാണ്, സാരല്ല. സാരല്ലേട്ടാ. മാത്രം കെട്ടായി പോലെ ഇത് വീണ ഉണ്ടാവില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, സാരല്ല, ഇതൊന്ന് വീണുപോയി. അതിനേക്കാളും വലുത് വന്നാലും നമ്മൾ അനുഭവിക്കേണ്ട. അപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, അൽഹംദുലില്ലാ. അപ്പൊ ഏതായിരുന്നാലും പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടികളൊക്കെ വേണ്ടാത്തരങ്ങളിൽ പെട്ട്, തോന്നിവാസങ്ങളിൽ പെട്ട് അവർ നമ്മുടെ മുന്നിലേക്ക് വരാനുള്ളൊരു സാധ്യത വളരെ വലിയ അളവില് ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ. ഈ നേരത്തെ പറഞ്ഞ വീട്ടിൽ കയറ്റണം എന്ന് പറഞ്ഞ പെൺകുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് സമയം നോക്കിയിട്ടിരിക്കുക നമ്മളെ കുട്ടികൾ. അതാരാ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലെ? സമയം നോക്കി കാത്തിരിക്കുക. ഇവർ പറയുന്ന ഓരോ വാക്കുകളും അവർ പോലും അറിയാതെ അവരുടെ അവബോധ മനസ്സില് മുദ്രണം ചെയ്യപ്പെടുന്നുണ്ട്. അത് നാളെ അവരുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ ആയിട്ട് മാറും. എനിക്ക് നാളെ ഒരു ആൺകുട്ടിയെ കല്യാണം കഴിക്കണ്ട എന്ന് ഒരു പെൺകുട്ടി പറഞ്ഞാൽ അതിന് അംഗീകരിക്കാൻ നമുക്ക് കഴിയൂ? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണ്ട എന്ന് ഒരു ആൺകുട്ടി പറഞ്ഞാൽ അതിന് അംഗീകരിക്കാൻ നമുക്ക് കഴിയൂ? അതിന് അംഗീകരിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ക്രൂരന്മാരാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതാണ്. നമ്മളാരും അത് കാണുന്നില്ല, കാണാനും പാടില്ല. പക്ഷെ അത്തരം സന്ദേശങ്ങൾ നമ്മുടെ മക്കളിലേക്ക് എത്തപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പറയപ്പെട്ട മക്കളൊക്കെ ഇസ്ലാമിക ചുറ്റുപാടിൽ ജനിച്ച് വളർന്ന് വലുതായിട്ട് ഇത്തരം ഒരു കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു. അത്രേ, എനിക്കൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കണം. ആ സമയത്ത് ഞാനും നിങ്ങളുമാകുന്ന മക്കളുടെ പരലോകത്തെ പ്രതീക്ഷിക്കുന്ന, അവരൊരിക്കലും നരകത്തിൽ അകപ്പെട്ടു പോകരുത് എന്ന് ഭയപ്പാടുള്ള ഞാനും നിങ്ങളും അരുത് മക്കളെ എന്ന് പറയുമ്പോ അത് ക്രൂരതയാണ്. അവര് ഇന്ന് മീഡിയക്ക് മുമ്പിൽ വന്നുകൊണ്ട് പറയാ, ഞങ്ങളുടെ ഈ ഒരു നിഷ്കളങ്കമായ സ്നേഹത്തിനെ തട്ടിത്തകർക്കാൻ നോക്കിയ, തച്ചമർത്താൻ നോക്കിയ ക്രൂരന്മാരാണ് ഞങ്ങളുടെ വാപ്പയും ഉമ്മയും എന്ന് ആ മക്കള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വീടകങ്ങളിൽ ഇന്നും ആ മക്കളെ കാക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് നെഞ്ചു നീർന്നൊരു ഉമ്മയും വാപ്പയുണ്ട്. മക്കൾ മറന്നു പോകുന്നു. അവരെത്ര മോശപ്പെട്ട സാഹചര്യത്തിലൂടെ ജീവിക്കുമ്പോഴും അല്ലാ, എന്റെ മക്കളെ നീ നേർവഴിയിലേക്ക് തിരിച്ചെത്തിക്കണേ റബ്ബേ എന്ന് പതിരാരാവുകളിൽ കണ്ണുനീരൊഴിക്കുന്ന ഉമ്മയും ബാപ്പയും ഇന്നും വീട്ടിലുണ്ടാകും. അതുകൊണ്ട് നമ്മൾ അവരോട് ഇടപെടേണ്ടത് എങ്ങനെയാണ്? അവർ തെറ്റിലകപ്പെട്ടു എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഇത്തരം തെറ്റായ ചില ചിന്തകളും കൊണ്ടുവരുമ്പോ അവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ഇത് അല്ലാഹു വിരോധിച്ചതാണ്.
അത് പറയുമ്പോ സ്വീകരിക്കാൻ പാകത്തിലെ മനസ്സുകളിലെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാൻ സാധ്യമാകണം നമുക്ക്. അതല്ലാതെ സംസ്കാരം പഠിപ്പിക്കുന്നതിലൂടെ മാത്രം ഇനിയുള്ള സമൂഹം നന്നാകുകയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിലെ മാറ്റമുണ്ടായത് വിശ്വാസത്തിലൂടെയാണ്. ഒരു സംസ്കാരത്തിലേക്ക് വന്നത്. പുതിയ സമൂഹത്തില് നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളിൽ നിന്നുള്ളതിലധികം സമൂഹത്തിൽ നിന്നും സ്വാധീനം ഉൾക്കൊള്ളുന്നു. ഇന്റർനെറ്റ് ലോകത്തു നിന്നും സ്വാധീനം ഉൾക്കൊള്ളുന്നു. ഓരോന്നും അവരുടെ വിരൽ തുമ്പിലുണ്ട്. നമ്മളൊരു കാര്യം പറയുമ്പോ അവരത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നിലപാടുകള്, അതിൽ ശരിയെന്ത് തെറ്റെന്ത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഗൂഗിളും ജെമിനിയും ഒക്കെയാണ്, നമ്മളല്ല എന്നുള്ള നിലവാരത്തിലാണ് അവരിപ്പോ ഉള്ളത്. അവിടെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തട്ടിത്തകർക്കപ്പെടാത്ത വിശ്വാസത്തെ ഹൃദയത്തില് പാകപ്പെടുത്തേണ്ടത്. ജീവിതത്തിന്റെ ശേഷമുള്ള, മരണത്തിന്റെ ശേഷമുള്ള ജീവിതം അത് വളരെ കൃത്യമാണ് എന്നൊരു ബോധ്യം പകർന്നു നൽകേണ്ടത്. എന്നിട്ട് അവര് തെറ്റിലേക്കും വേണ്ടാത്തരത്തിലേക്കും വീണുപോയി എന്ന് പറയുമ്പോ നെഞ്ചോരം ചേർത്ത് പിടിച്ച് അരുത് കുഞ്ഞെ എന്ന് പറയുമ്പോ നമ്മുടെ ഉള്ളിലെ വിശ്വാസം കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്നും വെള്ളം വരും. അവരുടെ മൂർത്താവിലേക്ക് കണ്ണു നീർത്തുള്ളികൾ ഉറ്റു വീഴുമ്പോ ആ പൊന്നു മക്കളുടെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം ഉണ്ടാവും. എനിക്കും നന്നാകണമെന്ന ഒരാഗ്രഹം അവിടെ പാകപ്പെടും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രബോധകരും കൗൺസിലർമാരും ഒക്കെ ആയിട്ട് മാറേണ്ട കാലത്താണ് നമ്മളുള്ളത്. നമ്മൾ അറിയേണ്ടതുണ്ട്, പുതിയ കാലത്ത് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്നറിയോ? ഇസ്ലാമിലെ പെണ്ണിന് വലിയ സ്ഥാനമാനങ്ങളൊന്നുമില്ല. അവരാകട്ടെ ഇന്നിപ്പോ കല്യാണം വേണ്ടെന്ന് പറയുന്ന കുട്ടികളോട് ചോദിക്കുകയാണ്, എന്താ കുഴപ്പം? ജീവിക്കാൻ ഒരു പുരുഷന്റെ ആവശ്യമില്ല എന്ന്. പുരുഷവർക്ക് നല്ലോണം കേട്ടോളി. ജീവിക്കാൻ ഇപ്പൊ പുരുഷന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ജോലി നേടാനും പണം സമ്പാദിക്കാനും പെണ്ണിനും ആവുന്ന കാലമാണ്. പഴയ കാലത്ത് ഭർത്താവ് നോക്കിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ ഭാവി എന്തായിത്തീരും, ഞാൻ ആരുടെ സംരക്ഷണത്തിൽ ജീവിക്കും എന്നിത്യാദി ആവലാദികൾ ഉണ്ടായിരുന്നുവെങ്കിൽ പുതിയ കാലത്ത് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്വയം സമ്പാദിക്കാൻ അറിയാം, സ്വന്തമായി ജീവിക്കാനും കഴിയും. മാത്രമല്ല എന്റെ ജീവിതം ഞാൻ തന്നെ തീരുമാനിക്കുമ്പോ എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. മറിച്ചൊരു ഭർത്താവ് ഉണ്ടായാൽ കുറച്ച് നിയന്ത്രണമൊക്കെ ഉണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടുകളിലേക്ക് മക്കൾ എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതേ മക്കൾ പറയുന്നുണ്ട്, ജീവിക്കാൻ ഒരു ഭർത്താവിന്റെ ആവശ്യമില്ലെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് കരുതലോടെയുള്ള ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന്. അപ്പോ അങ്ങനെ തന്നെയല്ലേ മക്കളെ ഇണകൾ ഉണ്ടാകുക എന്ന് പറയുമ്പോ മക്കള് പറയുന്നത് എന്താണെന്നറിയോ? അങ്ങനെയല്ലല്ലോ വീട്ടിൽ കാണുന്നത്. വാപ്പാന്റെ ആട്ടും തുപ്പും കേട്ട് ഇങ്ങനെ കണ്ണീരും കയ്യുമായിട്ട് വീട്ടിൽ കഴിയുന്ന ഒരു ഉമ്മയല്ലേ വീട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുണ്ട്. ഹജ്ജത്തുൽ വിദായിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, പുരുഷന്മാരെ നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നാണ്. ആ പെണ്ണിന് പരിപൂർണമായ സംരക്ഷണം നൽകി കണ്ണ് നനയാതെ നെഞ്ചു നോവാതെ അവളെ കൊണ്ട് നടക്കേണ്ട ബാധ്യതയുണ്ട് പുരുഷവർഗത്തിന്. എന്നാൽ ഇന്ന് കാഴ്ചപ്പാട് മൊത്തം മാറിയിട്ടുണ്ട്. പെണ്ണും ആണും കൂടി കൂടിച്ചേർന്ന് ജോലി ചെയ്ത് കുടുംബം പോറ്റണം എന്നിത്യാദി ചിന്തകളിലേക്കൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ അറിയേണ്ട ഒരു വിഷയമുണ്ട്. ജോലി ചെയ്യുക, പണം സമ്പാദിക്കുക എന്നുള്ളത് എത്രത്തോളം അനിവാര്യമാണോ? കാരണം ഉപജീവനത്തിന് പണം ആവശ്യമാണല്ലോ, ഉണ്ണാനും ഉടുക്കാനൊക്കെ പണം ആവശ്യമാണല്ലോ. അത് എത്രത്തോളം അനിവാര്യമാണോ അതിനേക്കാളും അനിവാര്യമാണ് സ്വസ്ഥായിട്ട് ജീവിക്കുക എന്നുള്ളത്, സമാധാനം ലഭിക്കപ്പെടുക എന്നുള്ളത്. സമാധാനം ലഭിക്കപ്പെടണമെങ്കിൽ വീട്ടിൽ ചെലവഴിക്കാൻ നമുക്ക് സമയം വേണം. ഭർത്താവിന്റെ മനസ്സറിയുന്ന, ഭർത്താവിനോട് സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു ഭാര്യ വേണം. അങ്ങനെയുള്ള ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യയെ നന്നായി കെയർ ചെയ്യുന്ന ഒരു ഭർത്താവ് ഉണ്ടാകും. അങ്ങനെയാണത് പരസ്പരം പൂരകമാകുന്നത്. അതുകൊണ്ടാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറുൻ നിസാഇന്റെ അടയാളങ്ങളായിട്ട് പറഞ്ഞത്, ഉത്തമ വനിതകളുടെ അടയാളമായി പറഞ്ഞത്, അനുസരണയുള്ളവൾ, നീ നോക്കിയാൽ സംതൃപ്തിപ്പെടുത്തുന്നവളും നീ കൽപ്പിച്ചാൽ അനുസരിക്കുന്നവളും നിന്റെ അഭാവത്തിലും അവളുടെ ചാരിത്രത്തെ കാത്തു സൂക്ഷിക്കുന്നവളുമാണ് ഏറ്റവും ഉത്തമയായ വനിത എന്ന് പറയുമ്പോ ഇപ്രകാരം
പുരുഷന്റെ മാനസിക ശാരീരിക ഉല്ലാസങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, അതിന് ഒരു പ്രാധാന്യവും നൽകാത്ത ഒരു സ്ത്രീയാണ് വീട്ടിലുള്ളത് എങ്കിൽ പുരുഷ മനസ്സ് തീർച്ചയായിട്ടും അലങ്കോലപ്പെട്ടു പോകും. അത് വസ്തുതയാണ്. പുരുഷ മനസ്സ് തീർച്ചയായിട്ടും അലങ്കോലപ്പെട്ടു പോകും. ചിന്തകളെ ക്രമീകരിക്കാനാവാതെ, നിയന്ത്രിക്കാനാവാതെ, പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാനും നിയന്ത്രിക്കാനുമാകാതെ പുരുഷന്റെ വ്യക്തിത്വം തന്നെ പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയുള്ള ഒരു പുരുഷൻ ഒരിക്കലും ഒരു പെണ്ണിന് സ്നേഹവും സംരക്ഷണവും കരുതലൊന്നും നൽകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിലേ കുടുംബം നല്ല നിലയ്ക്ക് പോകുള്ളൂ എന്ന് പറയുമ്പോൾ, കുടുംബം നല്ല നിലയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ വേണ്ടത് ഭാര്യയ്ക്ക് ഭർത്താവിനെ ശ്രദ്ധിക്കാൻ കഴിയുന്ന, ഭർത്താവിന് ഭാര്യയെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. എന്റെ ജോലി കൊണ്ട്, പെൺകുട്ടികൾ മനസ്സിലാക്കണം, എന്റെ ജോലി കൊണ്ട് എന്റെ മക്കളെ ശ്രദ്ധിക്കാൻ എനിക്ക് നേരമില്ലെങ്കിൽ, എന്റെ ഭർത്താവിന് മാനസിക ശാരീരിക ഉല്ലാസങ്ങൾക്ക് എനിക്ക് വകവെച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ സമയവും എന്റെ മനസ്സിൽ അതിന് സമർപ്പണവും ഇല്ല എങ്കിൽ ആ ജോലി എനിക്ക് വേണ്ടെന്ന് വിചാരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. മറിച്ച് അത് രണ്ടും ഒന്നുപോലെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് നല്ലതാ ജോലി. പ്രത്യേകിച്ചും പുരുഷന്മാരെക്കാളും കൂടുതൽ നമുക്കതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്നറിയോ? പുരുഷൻ ജോലി ചെയ്താൽ അതുകൊണ്ട് കുടുംബത്തെയൊക്കെ പോറ്റണമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ബാധ്യത പറഞ്ഞിട്ടില്ല. അവിടെ പുതിയ കാല കുട്ടികൾ ചോദിക്കുക, അതെന്താ ഒരാൾക്ക് മാത്രം ബാധ്യത കൊടുത്തത്? എന്താ ഒരു കൂട്ടർക്ക് മാത്രം അത്തരം സാമ്പത്തിക ബാധ്യത നൽകിയത്? എന്തുകൊണ്ട് പെണ്ണിനത് നൽകിയിട്ടില്ല? പെണ്ണിന് അവളുടെ ശരീരം കൊണ്ട് നിർവഹിക്കേണ്ട ഒരുപാട് ധർമ്മമുണ്ട്. അവളിൽ മാതൃത്വമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവളിൽ ഒരുപാട് ധർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നു. അതുകൊണ്ട് ശാരീരികമായും മാനസികമായും അവൾ ദുർബലയാണ്. ആ ധർമ്മ മാതൃത്വം എന്ന ആ ഒരു പദവി അവളിൽ ഉള്ളത് കൊണ്ട് തന്നെ ആർത്തവവും പ്രസവവും ഗർഭവും പ്രസവവും മുലയൂട്ടലും ഒക്കെ ആയിട്ട് സ്ത്രീ മാനസികമായിട്ടും ശാരീരികമായിട്ടും ദുർബലയാണ്. ഒരു സംശയമില്ല ആ കാര്യത്തില്. ഒരുപാട് ഹോർമോൺ വ്യതിയാനങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരീരമാണ് പെൺ ശരീരം എന്ന് പറയുന്നത്. അതിൻ്റെതായ ദുർബലതകളും അവളിലുണ്ട്. അതുകൊണ്ട് തന്നെ അവളിൽ അമിതഭാരമായിക്കൊണ്ട് സാമ്പത്തിക ചുമതല കൂടി അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ അതുകൂടി പെണ്ണ് നിർവഹിക്കണമെന്ന് പറയുമ്പോൾ പെണ്ണ് കൂടുതൽ ദുർബലയാകുകയാണ്. പെണ്ണ് എത്ര ജോലി ചെയ്യുന്നുണ്ട് എങ്കിലും, അവൾ എത്ര വലിയ ശമ്പളം വാങ്ങുന്നുണ്ട് എങ്കിലും, സാമ്പത്തിക ഉത്തരവാദിത്തം എന്റേതാണെന്ന് എട്ടനെഞ്ചിന് കൈവച്ച് പറയാനുള്ള ആർജവം പുരുഷനുണ്ടെങ്കിലേ ആ പെണ്ണിന് വീട്ടിൽ സമാധാനമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. മാസം എന്റെ ശമ്പളം കിട്ടിയിട്ട് വേണം എന്റെ വീട് കഴിയാൻ എന്ന് വിചാരിക്കുമ്പോ അമിതഭാരം കൊണ്ട് ആ പെണ്ണിന് ഒരു സ്വസ്ഥ ജീവിതം കിട്ടൂല. ഉള്ള ജീവിതം പ്രയാസപ്പെട്ട് ജീവിച്ച് മരിച്ചു പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പെണ്ണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവളുടെ മേൽ അമിതമായ സാമ്പത്തിക ഭാരം നൽകരുത്. അതോടൊപ്പം തന്നെ ആ പെണ്ണ് ശ്രദ്ധിക്കേണ്ടത് അവളിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ടുള്ള മക്കളോടുള്ള മാനസികമായ അടുപ്പം. നേരത്തെ പറഞ്ഞതുപോലെ അതില്ലെങ്കിൽ കുട്ടികൾ കൈവിട്ടു പോകുന്നത് നമ്മൾ അറിയില്ല. ഭർത്താവിന് നൽകേണ്ട ഒരു സ്പേസ് ഉണ്ട്, അത് നൽകാനും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പലരും, ഞാൻ അടുത്ത കാലത്ത് ഒരു ക്ലാസ്സിന് പോകുമ്പോ ഒരു മനുഷ്യൻ എനിക്കൊരു കുറിപ്പ് തന്നു, ഇത് നിങ്ങളൊന്ന് പറയണം. അതിലുള്ളത്, ഞാൻ അവളെ കല്യാണം കഴിക്കുമ്പോ, ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിക്കുമ്പോ അവൾക്ക് വെറും 18 വയസ്സേ ഉള്ളൂ. പഠനം നടന്നുകൊണ്ടിരിക്കുക. ബാക്കി പഠനമൊക്കെ നടത്തിയത് ഞാനാണ്. അവളെ നല്ല നിലയ്ക്ക് പഠിപ്പിച്ച് അവസാനം അവൾ PSC എഴുതി നല്ലൊരു ജോലിയൊക്കെ കിട്ടി. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തത് ഞാനാണ്. അന്നേ ഞാനൊരു പെട്ടിക്കട നടത്തുകയാണ്. അത് വെച്ചിട്ടാ എന്റെ ഭാര്യയെ ഞാൻ ആ നിലവാരത്തിലേക്ക് എത്തിച്ചത്. പക്ഷെ ഇപ്പൊ അവള് വലിയ സാലറി വാങ്ങുന്ന ആളായപ്പോ അവൾക്ക് എന്നെ കണ്ണു പിടിക്കുന്നില്ല. എന്റെ വ്യക്തിത്വത്തിന് അവള് വിലമതിക്കുന്നേ ഇല്ല. ഞാനൊരു വില കുറഞ്ഞ മനുഷ്യനായിട്ട് അവൾ കാണുകയാണ്. എന്റെ സന്തോഷങ്ങൾക്കും എന്റെ ഇഷ്ടങ്ങൾക്കും യാതൊരു തരത്തിലുമുള്ള സപ്പോർട്ടും അവൾ തരുന്നില്ല. അതുകൊണ്ട് ഞാൻ മാനസികമായി വളരെയധികം പ്രയാസത്തിലാണ്. ഇപ്രകാരം ഒരു ഭർത്താവിനോട് അവഗണന കാണിക്കുമ്പോ അതിന്റെ മതവിധി എന്ത് എന്ന് നിങ്ങൾ ആ സദസ്സിൽ പറയണമെന്നൊരു മനുഷ്യൻ കുറിപ്പ് തരുന്നുണ്ട് എങ്കിൽ, ഞാനിത് പറഞ്ഞത് ഇപ്രകാരം ജോലിക്ക് പോകുന്നത് കൊണ്ടോ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ജോലിയിടങ്ങളിലുള്ള സമ്മർദ്ദങ്ങൾ എമ്പാടും ഉണ്ടാകും. അതെല്ലാം ഇറക്കി വെക്കാനുള്ള വേദിയായിട്ട് കിടപ്പറകൾ മാറുന്നു. അവിടെ അലസോരങ്ങൾ ഉണ്ടാകുന്നു, പരസ്പരം അകൽച്ചകൾ ഉണ്ടാകുന്നു, മനസ്സുകൊണ്ട് ബഹുദൂരം അകന്നു പോകുന്നു. അങ്ങനെ ഒരു ജോലി ആകരുത് പെണ്ണ് ചെയ്യേണ്ടത്. കാരണം
പെണ്ണിലെ നിർബന്ധ ബാധ്യത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തന്റെ ഇണക്കും തന്റെ മക്കൾക്കും അവളുടെ മനസ്സുകൊണ്ട് നൽകേണ്ട ആ ഒരു സപ്പോർട്ടും, അതിലൂടെ അവരെ ആ ഒരു നന്മയിലും ആ ഒരു സത്യത്തിലും നന്മയിലും ഒക്കെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു കഴിവും, അതാണ് പെണ്ണിന് ആദ്യമായി ഉണ്ടായിരിക്കേണ്ടത്. അത് നൽകാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ജോലിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. വലിയ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെ, സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാതെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരുന്ന പണം നമ്മുടേത് മാത്രമാണ്. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെലവഴിക്കാൻ അവകാശമുണ്ട്. കാരണം നിർബന്ധ ബാധ്യതകളൊന്നുമില്ല. എന്നാൽ അത് വീട്ടിലാണ് ചെലവഴിക്കുന്നത് എങ്കിൽ കൂടുതൽ പ്രതിഫലവുമുണ്ട്. നമുക്കറിയാലോ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഒരിക്കലും ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അള്ളാന്റെ ദൂതരെ, എന്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്, ആർക്കെങ്കിലും ദാനം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ചുറ്റുപാടില് അബ്ദുള്ളയെക്കാളും ദരിദ്രനായ ഒരു മനുഷ്യനെ ഞാൻ കാണുന്നില്ല. ആരാ അബ്ദുള്ള? സ്വന്തം ഭർത്താവാണ്. അപ്പൊ അബ്ദുള്ളക്ക് ദാനം കൊടുത്താൽ എനിക്ക് പ്രതിഫലം ഉണ്ടോന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ സൈനബ് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് എന്താണ്? നിനക്കിപ്പോ ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നാണ്. എന്താണ്? തീർച്ചയായിട്ടും ദാനം ചെയ്ത കൂലിയും കിട്ടി, സ്വന്തം കുടുംബത്തിന് സഹായം ചെയ്ത കൂലിയും കിട്ടി. രണ്ട് പ്രതിഫലമുണ്ട് എന്ന്, ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന്. അതുകൊണ്ട് പറഞ്ഞു വന്നത്, ഇപ്രകാരമായിരിക്കണം നമ്മുടെ മനോഭാവം സാമ്പത്തിക ക്രയവിക്രയങ്ങളില്. അതല്ലാതെ ഇതെന്നിലെ നിർബന്ധ ബാധ്യതയാണെന്ന് വിചാരിച്ച് നമ്മളൊരു ജോലിക്ക് വേണ്ടി മുന്നോട്ട് പോയാൽ കുടുംബ വ്യവസ്ഥിതി തന്നെ അവതാളത്തിലാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത്. ഇനി ആർക്കെങ്കിലും നിർബന്ധിതമായിട്ട് സ്വന്തം വരുമാനം കൊണ്ട് കുടുംബം ജീവിക്കേണ്ട അവസ്ഥ ഉണ്ട് എങ്കിൽ പോലും അവർ തന്റെ ഭർത്താവിന് നൽകേണ്ട സ്ഥാനം മറക്കരുത്, തന്റെ കുട്ടികൾക്ക് നൽകേണ്ട സ്ഥാനം മറക്കരുത്. അത് മറക്കാതെയായിരിക്കണം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബം, അതിന്റെ ഭവിഷ്യത്ത് ഇന്നും നാളെയും അനുഭവിക്കേണ്ടി വരുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. പറഞ്ഞു വന്നത് ഇതാണ്. ഇന്ന് പുതിയ കാലത്തെ കാഴ്ചപ്പാട്, എനിക്ക് ജീവിക്കാൻ ഒരു ഭർത്താവിന്റെ ആവശ്യമില്ലെന്ന് പറയുന്ന, എനിക്ക് തുല്യത എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷൻ ജീവിക്കുന്നത് പോലെ ജീവിക്കലാണ് എന്ന് പറഞ്ഞു വെക്കുന്ന മക്കളുടെ നാട്ടില്, മക്കളുടെ സമൂഹത്തില് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ എനിക്കും നിങ്ങൾക്കും വലിയ ദൗത്യങ്ങളുണ്ട്. ഈ സമൂഹത്തിൽ നമുക്ക് നിർവഹിക്കാനായിട്ട് വലിയ ദൗത്യങ്ങളുണ്ട്. ചില കാലത്ത് നമ്മളില് പലരിലും നിർബന്ധിതമായ ദൗത്യങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഒരു സ്ത്രീയാണെന്ന നിലക്ക് ആ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്നും അവർ മാറി നിന്നിട്ടില്ല. എങ്ങാനും ഞാനൊരു പെണ്ണല്ലേ എന്നുള്ള നിലക്ക് ഇതൊന്നും ഈ ഒരു ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരുപാട് പാഠങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമിക വിജ്ഞാനത്തിൽ നിന്നും ബഹുഭൂരിഭാഗം വിജ്ഞാനവും നമുക്ക് നഷ്ടമാകുമായിരുന്നു. വലിയ ഒരു ഭാഗം നമുക്ക് നഷ്ടമാകുമായിരുന്നു. അതുകൊണ്ട് നിർബന്ധിതമായും അവർ ചെയ്യേണ്ട ഒരു ബാധ്യത എന്ന നിലക്ക് അന്ന് സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അമിത പ്രധാനമുള്ള ഒരുപാട് കാര്യങ്ങള് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കപ്പെടുകയുണ്ടായി. അപ്രകാരം ചില നിർബന്ധിത സാഹചര്യം നമുക്കുമുണ്ട്. ഇന്ന് ജീവിക്കുന്ന മുസ്ലിം വനിതകൾക്കുണ്ട്. നമ്മൾ രംഗത്തിറങ്ങേണ്ടതുണ്ട്. ആരാണ് മുസ്ലിം സ്ത്രീ എന്ന് പറയേണ്ടതുണ്ട്. അടച്ചിടപ്പെട്ടവളോ പർദ്ദക്കുള്ളിൽ തളച്ചിടപ്പെട്ടവളോ അല്ല എന്ന് ഉറക്കെ പറയേണ്ടതുണ്ട്. എന്താണ് ഇസ്ലാമിക വേഷമെന്ന് അതിനെയാണല്ലോ ആക്ഷേപിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിലെ ചാക്കുകെട്ടുകൾ എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കുമ്പോ, ഇത് സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങുമ്പോ ആത്മാഭിമാനവും സംരക്ഷണവുമാണ് എന്ന് പറയുവാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാകണമെങ്കിൽ അത് പറയാൻ നമ്മൾ മുന്നോട്ട് വരിക തന്നെ വേണം. അത് പറയാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരിക തന്നെ വേണം. ഈ വസ്ത്രം എന്തിനാണെന്ന് ചോദിക്കുമ്പോ അതൊരു ലക്ഷ്യം പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അത് നമുക്ക് എത്ര പേർക്കറിയാം? എന്തിനാണ് ഈ വേഷം? അതിന്റെ ലക്ഷ്യം പറയാൻ കഴിയണം. സ്ത്രീ പുരുഷ വ്യത്യാസം എന്താ? അള്ളാഹു സ്ത്രീകളെ സൃഷ്ടിച്ചത് പുരുഷനെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലാ. അത് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യവുമാണ്. നമ്മൾക്കറിയാമല്ലോ അത് തീർച്ചയായിട്ടും. അതുകൊണ്ട് ആകർഷിപ്പിക്കുന്ന ഭാഗങ്ങളെ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോ അതുകൊണ്ട് പെണ്ണിന് എന്നും ഭവിഷ്യത്തെ ഉണ്ടായിട്ടുള്ളൂ. പർദ്ദയെ പരിഹസിക്കുമ്പോഴും മറുവശത്ത് സ്ത്രീ പീഡനങ്ങൾ കുമിഞ്ഞുകൂടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പർദ്ദയുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. അത് സൂറത്ത് അഹ്സാബില് എന്താണ് പെണ്ണിന്റെ വേഷം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നുണ്ട്. എന്താണ് അതിന്റെ ലക്ഷ്യം? അത് നിങ്ങൾ തിരിച്ചറിയപ്പെടാനും അത് നിങ്ങൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാനുമാണ്. ഞാൻ അള്ളാഹുവിന്റെ ദാസിയാണ് എന്ന രൂപത്തിൽ തിരിച്ചറിയണം.
അതല്ലാതെ ഇതിപ്പോ എല്ലാരും മുസ്ലിം കമ്മ്യൂണിറ്റി ഇങ്ങനല്ലേ, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്, അതായിരിക്കരുത് ഈ വേഷം കാണുമ്പോൾ മറ്റുള്ളവർ അറിയേണ്ടത്. ആത്മാർത്ഥമായിട്ടായിരിക്കണം ഈ വേഷം അണിയേണ്ടത്. എല്ലാ വേണ്ടാത്തരങ്ങളും മറച്ചു വെക്കാനുള്ള ഒരു ഉപായം കൂടിയാണ് പർദ്ദ എന്നൊക്കെ ഇതിനെ പരിഹസിക്കാറുണ്ട്. അതാകരുത്. തോന്നിവാസങ്ങളൊക്കെ മറച്ചു വെക്കുന്ന രൂപത്തില് ഇന്നിപ്പോ ഭയങ്കര മനപ്രയാസം തോന്നും. MDMA സൂക്ഷിച്ചതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് പോണോളും ഇട്ടിട്ടുണ്ടാകും ഒരു മഫ്ത. സങ്കടാണ്. ഇത് ആത്മാർത്ഥമായി അണിയണം. അതാ തിരിച്ചറിയപ്പെടേണ്ടത്. അതാണ് അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്ന, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിലേക്ക് തിരിച്ചു പോകണമെന്ന ഉറച്ച വിശ്വാസമുള്ള ഒരു വിശ്വാസിനിയാണ് ഞാന്. അതായിരിക്കണം തിരിച്ചറിയപ്പെടേണ്ടത്. അതുകൊണ്ട് തോന്നിവാസങ്ങൾക്കോ വൃത്തികേടുകൾക്കോ നിങ്ങൾക്ക് വകവെച്ചു തരാൻ മനസ്സുള്ളവളല്ല ഞാൻ. പക്ഷേ കൂർത്ത നോട്ടങ്ങൾക്ക് മുന്നിൽ പതറിപ്പോകുന്നവളുമല്ല. ചങ്കൂറ്റത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാനുള്ള ആർജവമുണ്ട്. കാരണം നിങ്ങളുടെ നോട്ടങ്ങൾ എത്തുന്ന ഭാഗങ്ങളെല്ലാം മാന്യമായി മറച്ചവളാണ് ഞാൻ എന്ന ആർജവത്തോടെ പോകാൻ കഴിയണം. അതാണ് വേഷത്തിന്റെ ലക്ഷ്യമെന്ന് നമ്മൾ ഉൾക്കൊണ്ട് വസ്ത്രമണിയണം. പറഞ്ഞു വന്നത്, പുതിയ സമൂഹത്തിന്റെ മുൻപില് ഈ വേഷം ആക്ഷേപിക്കപ്പെടുമ്പോ ഇത് അഭിമാനത്തിന്റെ വസ്ത്രമാണെന്ന് പറയാൻ ഞാനും നിങ്ങളും രംഗത്ത് വരണം. മുസ്ലിം സ്ത്രീ തളച്ചിടപ്പെട്ടിട്ടില്ല. ഏതേത് വേദിയിലേക്കും ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ടും ഇസ്ലാമിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടും അന്യപുരുഷന്മാരോടുള്ള ഇടപഴക്കത്തില് പെണ്ണെങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്നുള്ളതിനെ പൂർണ്ണമായും മുറുകെ പിടിച്ചുകൊണ്ടും ഇസ്ലാമിക നിയമങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടും ഏതേത് മേഖലയിലേക്ക് കയറി ചെല്ലാനും ഒരു തടസ്സവുമില്ലാത്തവളാണ് പെണ്ണെന്ന് ഉറക്കെ പറയാനുള്ള ആർജവം കാണിക്കാൻ ഞാനും നിങ്ങളും മുന്നോട്ട് വരിക തന്നെ വേണം. അത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. എന്നിലും നിങ്ങളിലും നിർബന്ധമാണ് പ്രബോധന കർത്തവ്യം ഈ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ അറിയണം. കാരണം നമ്മൾ അകത്തിരിക്കുമ്പോ അവര് പുറത്ത് വിലസാണ്. എന്നിട്ട് ഈ അടുത്ത് ഒരു ഹോട്ടലിൽ കയറി ഇതുപോലെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോ ഞാനും എന്റെ ഹസ്ബൻഡും തൊട്ടപ്പുറത്ത് ഒരു ഫാമിലി റൂമിന്റെ ഒരു ഭാഗത്ത് കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇരിക്കുന്നു. നമ്മുടെ ചുറ്റുവട്ടത്താണ് കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇരിക്കുന്നു. എട്ടകലർന്ന് ഇങ്ങനെ ഇരിക്കുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഇരിക്കുന്നു എന്ന് മാത്രമല്ല, പെൺകുട്ടികൾ ഇരിക്കുന്ന ഒരു രൂപം കാണണം. കാലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച് ആൺകുട്ടികളുടെ മുന്നിൽ ഇരിക്കുമ്പോ നമ്മൾ കുട്ടികളോട് പറയും, മോളെ ആ കാല് താഴ്ത്തിയിട്ടിരിക്കുക. എന്താ പെണ്ണായാൽ കാല് കയറ്റി വെക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുന്ന മക്കളാണ്. പെണ്ണായാൽ എന്താ എന്ന് അവർ കവിത എഴുതുന്ന കാലമാണ്. ആണ് ചെയ്യുന്നത് പോലെ ചെയ്താൽ എന്താ എന്ന് അവർ നമ്മളോട് ചോദിക്കുന്ന കാലമാണ്. എന്നിട്ട് ഈ കുട്ടികൾ ഇങ്ങനെ ആർത്ത് ചിരിച്ച് എന്തെല്ലാം വർത്തമാനാണ് അവരുടെ വായിൽ നിന്ന് വരുന്നത് നമ്മൾ ഇപ്പുറത്തിരുന്നിട്ട് അറിയാതെ കേട്ടുപോകുകയാണ്. ഈ മൈക്കിന് മുന്നിലൂടെ പറയാൻ പറ്റാത്ത രൂപത്തിലാണ് അവരുടെ വാക്കുകളും സംസാരങ്ങളും പ്രയോഗങ്ങളും ഒക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അകത്തിരിക്കുകയാണെങ്കിൽ ഈ രൂപത്തിലേക്ക് മക്കൾ എത്തപ്പെടുന്നുണ്ട്. എല്ലാ തരത്തിലും സ്ത്രീകളുടെ മുന്നേറ്റമാണ്. അത് ലഹരി ഉപയോഗത്തിന്റെ കാര്യമായാലും അത് ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിലായാലും ഏതേത് വിഷയങ്ങളിലായാലും സ്ത്രീകള് മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഇസ്ലാമിക പ്രബോധന മാർഗത്തില് നമ്മൾ ഓരോരുത്തരും ഇറങ്ങി പുറപ്പെടുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ മേലും ബാധ്യതയാണ്. ഇപ്രകാരം ഈ സമൂഹം അഴിഞ്ഞാടുന്നത് കണ്ടിട്ടും നമ്മൾ ഓരോരുത്തരും മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയില് നമ്മൾ ഓരോരുത്തരും കുറ്റക്കാരാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അള്ളാഹു പറയുന്നുണ്ടല്ലോ, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. വിശ്വാസികളും വിശ്വാസിനികളും ആരാണ്? അവർ പരസ്പരം മിത്രങ്ങളാണ്. എന്താണ് അവർ ചെയ്യേണ്ടത്? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. ഈ രൂപത്തിൽ വൃത്തികേടുകളിലേക്കും തോന്നിവാസങ്ങളിലേക്കും പെൺകുട്ടികൾ അതിർവരമ്പുകളില്ലാതെ കടന്നു പോകുമ്പോൾ അവരെ നിയന്ത്രിക്കുവാൻ നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. നന്മ പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കം ഇതാണ്. വീടകങ്ങളിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. അവിടെ നമ്മൾ ഓരോരുത്തരും പ്രബോധകരും കൗൺസിലർമാരുമായിട്ട് മാറണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായിട്ട് പറയട്ടെ, ഞാൻ ഒരു വീഡിയോ കാണുകയാണ്. അതിലുണ്ട് ബിസിനസ് സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച ഒരു മനുഷ്യനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളില് അതൊന്ന് രേഖപ്പെടുത്തിയിട്ട് നമുക്ക് ഇറങ്ങിപ്പോകാം. ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഈ വിജയങ്ങളുടെ ബിസിനസിന്റെ വിജയങ്ങളുടെ പിറകിലുള്ള ശക്തി ആരാണ് എന്ന് ചോദിക്കുമ്പോ അതുവരെ തന്റെ ബിസിനസിനെ കുറിച്ച് വാത്തോരാതെ പുഞ്ചിരിയോടെ സംസാരിച്ച ആ മനുഷ്യൻ പെട്ടെന്ന് മൗനിയാവുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ ഉമ്മയാണത്.
എൻ്റെ ഉമ്മയാണ്. എത്ര മുതിർന്ന ശേഷവും എന്നോട് നിസ്കാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ ഉമ്മ. മോനെ, ഒരു വഖത്ത് നമസ്കാരം ഒഴിവാക്കല്ലേ കുഞ്ഞേ എന്ന് പറഞ്ഞിരുന്ന ഉമ്മ. മാത്രമല്ല, നേരായ മാർഗത്തിലൂടെ മാത്രമേ എൻ്റെ കുട്ടി സമ്പാദിക്കാൻ പാടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിരുന്ന ഉമ്മ. എനിക്ക് 57 വയസ്സുള്ളപ്പോഴാ എൻ്റെ ഉമ്മ മരിച്ചത് എന്ന് ആ മനുഷ്യൻ പറയുന്നുണ്ട്. മരിക്കണതിൻ്റെ 2 ആഴ്ചക്ക് മുമ്പ് പോലും ഞാൻ വിദേശത്തായിരുന്നപ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മാന്റെ കുട്ടി അള്ളാനെ മറന്ന് സമ്പാദിക്കരുത് കേട്ടോ, നേരത്തെ നിസ്കരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പുഞ്ചിരിയോടെ ഉമ്മാന്റെ ഒരു വാക്കുണ്ട്, എൻ്റെ കുട്ടീനെ പഠിച്ചോൻ കാക്കുട്ടോ, എൻ്റെ കുട്ടീനെ പഠിച്ചോൻ കാക്കുട്ടോ. ഉമ്മാന്റെ പ്രാർത്ഥന ഉണ്ട് നിനക്ക്, ഉമ്മാനോട് സ്നേഹമുള്ള കുട്ടിയല്ലേ നീ. അത് കേൾക്കുമ്പോൾ എനിക്ക് ലഭിക്കപ്പെടുന്ന വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. എൻ്റെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ഉമ്മയുടെ ആ വാക്കുകളായിരുന്നു. ഇന്നും എന്നെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നത് ആ ശബ്ദമാധുര്യമാണ്. അതിൻ്റെ ചെവിയിൽ ഇങ്ങനെ അലക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച മനുഷ്യന്റെ ചുണ്ട് വരക്കുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. അതാണ് ഉമ്മ, അതാണ് ഉമ്മ. അങ്ങനെ ആയിരിക്കണം ഉമ്മ. അവരെത്ര മുതിർന്നാലും അരുതേ മകനെ എന്ന് പറയാനുള്ള ആർജവം നമ്മളിൽ ഉണ്ടാകണം. തെറ്റ് ചെയ്യുമ്പോൾ നെഞ്ചോരം ചേർത്ത് പിടിച്ച് കരയാനുള്ള ആ ഒരു മനസ്സിന്റെ വിശാലത ഉണ്ടാകണം. അവർ നാളെ നമുക്ക് പരലോകത്തും തിരിച്ചു കിട്ടണം. അവർ നാളെ നരകത്തിൽ എറിയപ്പെടുന്നത് സഹിക്കാനാവുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഉണർന്ന് പ്രവർത്തിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ വേദനകളും അല്ലാഹു മായ്ക്കുമാറാകട്ടെ. മക്കളെ പ്രതി അല്ലാഹു മനസ്സിലും ജീവിതത്തിലും നിറയെ സന്തോഷങ്ങളും സംതൃപ്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഇണകൾക്കും ഞങ്ങൾക്കും ഇടയിൽ സമൃദ്ധമായ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ സ്വസ്ഥതയോടെ ഭൂമിയിൽ ജീവിക്കാനും സ്വസ്ഥതയോടെ നിനക്ക് ഇബാദത്ത് ചെയ്യാനും കഴിയുകയുള്ളൂ. അല്ലാഹ്, ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഇടയിൽ നീ സമൃദ്ധമായ നന്മയുടെ സ്നേഹം ഉണ്ടാക്കി തരണമേ റബ്ബേ. ഞങ്ങളുടെ ഇണയുടെ കൈപ്പിടിച്ച് സ്വർഗത്തോളം നടന്നു പോകാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ റബ്ബേ. അല്ലാഹ്, ഞങ്ങൾ സ്ത്രീജനങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ കുഞ്ഞുനാളിൽ വേർപിരിഞ്ഞവരാണ്. അവർക്ക് വേണ്ടി കൂടുതലൊന്നും ചെയ്യാൻ കഴിയാത്ത പാവപ്പെട്ട പെൺമക്കളാണ്. പക്ഷേ ആ 2 മനുഷ്യര്, ഉമ്മയും ബാപ്പയും, ഞങ്ങളെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്. ഞങ്ങളെ നെഞ്ചോരം ചേർത്ത് പിടിച്ച് വളർത്തിയിട്ടുണ്ട്. അല്ലാഹ്, അവരുടെ കണ്ണടയോളം അവരുടെ മനസ്സിന്റെ സ്വപ്നങ്ങളായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും. പകരം ഒന്നും നൽകാൻ സാധിച്ചിട്ടില്ല റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാനും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കരുതി വെക്കാനും കഴിയുന്ന സൽമക്കളായിട്ട് നീ ഞങ്ങളെ ഉയർത്തേണമേ റബ്ബേ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. എല്ലാം നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നീ വിട്ടുപുറത്തും മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ കോപം നിമിത്തം ഇഹത്തിലോ പരത്തിലോ ഒരു നഷ്ടവും സംഭവിക്കാത്ത വിധം ഞങ്ങളെ നീ വിശുദ്ധമാക്കണമേ റബ്ബേ. നീ കഴുകി വൃത്തിയാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, പരീക്ഷണങ്ങൾ തൊട്ടും പ്രയാസങ്ങൾ തൊട്ടും നീ ഞങ്ങളെ അതിവിദൂരമാക്കണമേ റബ്ബേ. അത് സഹിക്കാനുള്ള ഉൾക്കരുത്തില്ല. പക്ഷേ മനുഷ്യ ജീവിതമാണ്. നീ നിർബന്ധമാക്കിയ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അത്തരം പരീക്ഷണങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അത് സഹിക്കാനുള്ള ഉൾക്കരുത്ത് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, നിന്നെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഉൾക്കരുത്തോടെ ആർജവത്തോടെ ഭൂമിയിൽ ജീവിച്ചു മരിക്കാൻ, അവസാനം നിന്നെ കാണാനുള്ള മോഹത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് റബ്ബേ. ഖബർ ശിക്ഷയെ തൊട്ടും നരക ശിക്ഷയെ തൊട്ടും നീ ഞങ്ങളെ അതിവിദൂരമാക്കണേ റബ്ബനാ. നീ ഞങ്ങളെ അതിവിദൂരമാക്കണേ റബ്ബേ. അത് സഹിക്കാൻ ഞങ്ങൾക്ക് ഉൾക്കരുത്തില്ല റബ്ബേ. അവസാനം പൊന്നോമന മക്കളുടെ കൈ പിടിച്ച്, ഇണകളെ ചേർത്ത് പിടിച്ച്, ഉമ്മ ബാപ്പമാരെ ആലിംഗനം ചെയ്ത് റസൂലിന്റെ ചാരത്തേക്ക് ചെന്നണഞ്ഞ് നിന്നെ കാണുന്ന അനുഭൂതിദായകമായ നിമിഷത്തിലേക്ക് എത്തിച്ചേരാൻ, ആ സ്വർഗീയമായ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റബ്ബേ. അത് ഞങ്ങളുടെ ഉള്ളിലെ ദൃഢവിശ്വാസമാണ് നാഥ. അതിനെ നീ നിലനിർത്തണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ വഅജ്ർ വാലിദൈനാ മിനന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.